യേശുവേ കൃപയേകുകിൽ ഈ ജന്മം എത്ര ധന്യമാം. യേശുവേ കൃപയേകുകിൽ പ്രാർത്ഥന എത്ര പുണ്യമാം. സാഗരമധ്യത്തിൽ പെട്ടു ഞാനുഴലുമ്പോൾ, ദുഃഖത്തിൻ സാഗരമധ്യത്തിൽ പെട്ടു ഞാനുഴലുമ്പോൾ, നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 കൃപയേകുകിൽ ഈ ജന്മം എത്ര ധന്യമാം. യേശുവേ കൃപയേകുകിൽ പ്രാർത്ഥന എത്ര പുണ്യമാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ നമുക്ക് ആരാധിക്കാം, ദൈവത്തെ നമുക്ക് വണങ്ങാം. ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യത്തിന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ മേലും ലോകം മുഴുവൻ്റെ മേലും വന്ന് നിറയുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സാന്നിധ്യത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക് ദൈവം പകരുന്ന എല്ലാ നന്മകളും സന്തോഷവും സമാധാനവും ഏറ്റെടുത്തുകൊണ്ട് അല്പസമയം കർത്താവിനെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി. ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ ശക്തമായ സാന്നിധ്യത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവിടുത്തെ സ്നേഹ സാന്നിധ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വസ്ഥാനങ്ങളിരിക്കാം. സ്വസ്ഥമായിട്ടിരുന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവകരുണയെക്കുറിച്ച് നമുക്ക് അല്പസമയം ധ്യാനിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് ദൈവകരുണ പ്രാപിക്കാനുള്ള 3 പ്രധാനപ്പെട്ട വ്യവസ്ഥകളെക്കുറിച്ചാണ്. നമുക്കറിയാം, ദൈവം കാരുണ്യവാനാണ്. ദൈവത്തിൻ്റെ കരുണ കടൽ പോലെ വിശാലമാണ്. ദൈവം കരുണയാൽ സമ്പന്നനാണ്. ഇതൊക്കെ അനിഷേധ്യമായ സത്യമാണ്, യാഥാർത്ഥ്യമാണ്. പറയുണ്ട്, ദൈവം കാരുണ്യവാനാണ് എന്നത് നമ്മൾ സംശയിക്കേണ്ടതില്ല. സംശയം ഒരു വിധത്തിലും നൽകാത്ത വിധത്തിൽ അത്ര വ്യക്തമായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവം കാരുണ്യവാനായ ദൈവമാണ് എന്നുള്ളത്. ഇനി നമുക്ക് ഈ കരുണ പ്രാപിക്കാൻ, ഈ കരുണ നമ്മുടെ ജീവിതത്തിലെത്താൻ, ഈ കരുണയ്ക്ക് നമ്മുടെ കുടുംബം അർഹതപ്പെടാൻ നാം ചെയ്യേണ്ട കാര്യങ്ങളാണ് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. നമുക്കറിയാം, ദൈവം കാരുണ്യവാനായതുകൊണ്ട് മാത്രം നമുക്ക് ആ കരുണ കിട്ടും എന്ന് ചിന്തിക്കാൻ പറ്റില്ല. നമുക്ക് പാപമോചനം വേണമെങ്കിൽ അതിന് ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിന് ഒരു കുമ്പസാരം വേണമെങ്കിൽ ആ കുമ്പസാരത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. പ്രഭാഷകൻ്റെ പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങൾ വായിക്കുമ്പോൾ ഇതവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. പഴയ പാപത്തിൽ നിന്ന് മോചനം കിട്ടാൻ ദൈവത്തോട് നീ പ്രാർത്ഥിക്കണം.
യാക്കോസ്ലീഹ 1:5 വായിച്ചാൽ അവിടെ പറയുന്നുണ്ട്, നിനക്ക് ജ്ഞാനം കുറവാണെങ്കിൽ ജ്ഞാനം കൂടുതൽ കിട്ടുവാൻ ദൈവത്തോട് നീ പ്രാർത്ഥിക്കണം. പറയുന്നുണ്ട്, ചില വ്യവസ്ഥകൾ എന്തിനും ഏതിനും ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ദൈവം സ്നേഹമാണ്. ആ സ്നേഹം ലഭിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ദൈവം കാരുണ്യവാനാണ്. ആ കരുണ ലഭിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ഇതെല്ലാം വചനത്തിൽ വ്യക്തമായി നമ്മൾ കാണുന്ന ചില കാര്യങ്ങളാണ്. പറയുന്നുണ്ട്, ഏതാനും വചനങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്, ദൈവത്തിൻ്റെ കരുണയ്ക്ക് നാം അർഹരാകാൻ ചില വ്യവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറണം. അതിൽ ഒന്നാമത്തെ കാര്യം, പാപത്തിൽ നിന്ന് നാം പിന്തിരിയണം എന്നുള്ളതാണ്. പാപത്തിൽ വേരുറപ്പിച്ച് ദൈവകരുണ കിട്ടണം എന്നാഗ്രഹിച്ച് നമ്മൾ എത്ര നിലവിളിച്ചാലും അത് നമ്മുടെ ജീവിതത്തിൽ എത്തണമെന്നില്ല. ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, നീ പാപത്തിൽ നിന്ന് പിന്തിരിയാനുള്ള തീരുമാനമെടുക്കുക. ദൈവവചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. പ്രഭാഷകൻ 16:14 വചനം. പ്രഭാഷകൻ 16:14. കരുണ കാണിക്കാൻ അവസരം നോക്കി നടക്കുന്നവനാണ് നമ്മുടെ ദൈവം. കരുണ കാണിക്കാൻ അവൻ അവസരം നോക്കി നടക്കുന്നവനാണ്. 2 ദിനവൃത്താന്തം 16:9 വായിച്ചാൽ, തൻ്റെ മുമ്പാകെ പരിശുദ്ധരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുന്നവരുടെ മേൽ തൻ്റെ ശക്തി പ്രകടമാക്കേണ്ടതിന് ദൈവത്തിൻ്റെ കണ്ണുകൾ ഭൂമിയിൽ ഉടനീളം പാഞ്ഞു നടക്കുന്നു. അതെ, ആരുടെ മുമ്പിലാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്? പരിശുദ്ധരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുന്നവരുടെ മുമ്പിൽ. പറയുന്നുണ്ട്, പാപത്തിൽ വേരൂന്നിയിരിക്കുന്നവർക്ക് ഇതിന് യോഗ്യതയുണ്ടാകില്ല. പാപത്തിൽ നിന്നും പിന്തിരിയാൻ തീരുമാനമെടുക്കുന്നവർക്കും അതിന് പരിശ്രമം നടത്തുന്നവർക്കുമാണ് ദൈവകരുണയ്ക്ക് യോഗ്യത ലഭിക്കുക. പ്രഭാഷകൻ 17:22 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കാരുണ്യം കണ്ണിലെ കൃഷ്ണമണി പോലെയാണ്. കാരുണ്യം എന്ന് പറയുന്നത് കണ്ണിലെ കൃഷ്ണമണി പോലെ. ദൈവം നമ്മളെ കാണുന്നത്, നമ്മെ സ്നേഹിക്കുന്നത് കണ്ണിലെ കൃഷ്ണമണി പോലെയാണ്. അപ്പം അങ്ങനെയെങ്കിൽ ഈ കാരുണ്യം എത്രമാത്രം വിലമതിക്കപ്പെടണം, അത് കണ്ണിലെ കൃഷ്ണമണി പോലെ വിലമതിക്കപ്പെടണം എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. പറയുന്നുണ്ട്, ഈ കാരുണ്യം പ്രാപിക്കാൻ നമ്മൾ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിച്ചു വരണം. പാപത്തിൽ നിന്ന് നാം പിന്തിരിയണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എസെക്കിയേലിൻ്റെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വചനം. എസെക്കിയേൽ 18:30 നമ്മൾ കാണുന്നുണ്ട്, നിങ്ങളുടെ അതിക്രമങ്ങളിൽ നിന്ന് പിന്തിരിയുവിൻ. ദൈവം പാപി നശിക്കുന്നതിൽ സന്തോഷിക്കുന്ന ഒരു ദൈവമല്ല. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ അധ്യായം വായിക്കുമ്പോൾ എല്ലാവരും രക്ഷ പ്രാപിക്കണം. അതിന് പാപത്തിൽ നിന്ന് നാം പിന്തിരിയണം. അങ്ങനെയുള്ളവർ നശിക്കില്ല, അവർ രക്ഷ പ്രാപിക്കും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എസെക്കിയേൽ 18:30 വചനം. നമുക്ക് യെശയ്യായുടെ പുസ്തകം 1-2 അധ്യായങ്ങൾ എടുക്കുമ്പോൾ വളരെ വ്യക്തതയോടെ കർത്താവ് ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. 1-ാം അധ്യായം, അതുപോലെ തന്നെ 58-ാം അധ്യായം. 1-ാം അധ്യായത്തിൽ 15 മുതൽ വായിക്കുമ്പോഴും 58:6 മുതൽ വായിക്കുമ്പോഴും ദൈവം ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്, നാം പാപത്തിൽ നിന്ന് പിന്തിരിയണം. പിന്തിരിയുന്നെങ്കിൽ ദൈവത്തിൻ്റെ കരുണയ്ക്ക് നമുക്ക് യോഗ്യത ലഭിക്കും. ദൈവത്തിൻ്റെ കാരുണ്യം നമുക്ക് പ്രാപിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ പൊട്ടിവിടരും. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ പ്രാർത്ഥന കേട്ട് അതിനുത്തരം അരുളും. അതിനെല്ലാം ആവശ്യമായൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, പാപത്തിൽ നിന്ന് പിന്തിരിയണം. നമ്മളിരുന്ന് ചിന്തിച്ച് കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്, എന്താണ് എൻ്റെ പാപം? ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം, എനിക്ക് പാപമൊന്നുമില്ല, അത് ശരിയായിരിക്കണമെന്നില്ല, അതൊരു യാഥാർത്ഥ്യമായിരിക്കണമെന്നില്ല. പാപം ഇല്ലാഞ്ഞിട്ടല്ല, പാപം കണ്ടെത്താത്തത് കൊണ്ടാണ് പലരും പാപമില്ല എന്ന് പറയുന്നത്. 1 യോഹന്നാൻ 1-ാം അധ്യായം 8-9 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, യോഹന്നാൻ ശ്ലീഹ പറയാണ്, നമുക്ക് പാപമില്ലെന്ന് പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാവും, അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. പറയുന്നുണ്ട്, പാപമില്ലാഞ്ഞിട്ടല്ല നമ്മൾ പാപമില്ലെന്ന് പറഞ്ഞു നടക്കുന്നത്. ഒരുപക്ഷെ പാപമുണ്ടായിട്ട് അത് തിരിച്ചറിയാതിരിക്കുന്നത് കൊണ്ട്,
അത് അംഗീകരിക്കാനും അനുദപിക്കാനുമുള്ള എളിമയില്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്കൊരു പാപവുമില്ല, ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നത്. യെശയ്യാ 58:6 മുതൽ വായിക്കുമ്പോൾ കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. എന്തൊക്കെയാണ് നിൻ്റെ ജീവിതത്തിൽ നിന്നും നീ മാറ്റി നിർത്തേണ്ട പാപങ്ങൾ? അവിടെ പറയുന്നുണ്ട്, നീ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന വ്യക്തിയാണോ, അനീതി കാണിക്കുന്ന വ്യക്തിയാണോ, അതെല്ലാം തുടച്ച് മാറ്റുക. അപ്പോൾ എൻ്റെ പ്രകാശം നിൻ്റെ മുമ്പിൽ പൊട്ടിവിരിയും, എൻ്റെ സമാധാനം നിൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകി വരും. നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നത് നിനക്ക് കാണാൻ പറ്റും. ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പാപത്തിൽ നിന്നും നാം പിന്തിരിയുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യമാണ് ദൈവത്തിലേക്ക് നമ്മൾ തിരിയണം. ഇനി നമ്മൾ പാപം ചെയ്യാതിരുന്നാൽ മാത്രമല്ല, ചിലർ പ്രാർത്ഥിക്കത്തില്ല, പള്ളി പോകത്തില്ല, കൂദാശകളില്ല, അങ്ങനെയുള്ള പലതുമില്ല, ആവശ്യമായിട്ടുള്ള പലതുമില്ല. എങ്കിലും അവർ പറയും, ഞാൻ പാപമൊന്നും ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിക്കാറില്ല. പാപം ഒഴിവാക്കിയാൽ മാത്രം പോരാ, ദൈവത്തിങ്കലേക്ക് തിരിയണം. ദൈവത്തിങ്കലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജോയൽ പ്രവാചകൻ 2-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇനിയെങ്കിലും അനുതാപത്തോടും വിലാപത്തോടും കണ്ണീരോടും ഉപവാസത്തോടും കൂടെ എൻ്റെ പക്കലേക്ക് തിരിയുക. നമ്മൾ ഇന്നലകളിൽ പാപം ചെയ്തു പോയവരാണെങ്കിൽ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തിങ്കലേക്ക് തിരിയുന്നവരായി മാറണമെങ്കിൽ ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്, ഉപവാസം നമുക്ക് ആവശ്യമാണ്, ദാനധർമ്മം നമുക്ക് ആവശ്യമാണ്. ഇതിലൂടെയെല്ലാം നീ എൻ്റെ പക്കലേക്ക് തിരിയുക, അപ്പോൾ നിനക്ക് കരുണ ലഭിക്കും എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ലൂക്കാ 15:11 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് ധൂർത്തപുത്രൻ്റെ ഉപമ. ധൂർത്തപുത്രന് സുബോധം വന്നപ്പോൾ അവൻ ചെയ്ത ഒരു കാര്യം, അവൻ അവിടെ പന്നിക്കൂട്ടി കിടന്ന് മാപ്പ് പറഞ്ഞത് മാത്രമല്ല, നമ്മൾ കാണുന്നു അവനവിടെ എഴുന്നേറ്റ് തൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് വന്നു. പിതാവിനെ നേരിട്ട് കണ്ടു. ചിലർ മാപ്പ് പറച്ചിൽ മുഴുവൻ മനസ്സിൽ മാത്രമാണ്. ഞാൻ അവരോട് തെറ്റ് ചെയ്തെങ്കിലും ഞാൻ എൻ്റെ മനസ്സിൽ അവരോട് മാപ്പ് പറഞ്ഞു. ഇവിടെ നമ്മൾ കാണുകയാണ്, ധൂർത്തപുത്രൻ തൻ്റെ അപ്പൻ്റെ പക്കലേക്ക് വന്നു. അപ്പൻ്റെ മുഖത്തോട് നോക്കി അപ്പനോട് പറഞ്ഞൊരു കാര്യം, ഞാൻ സ്വർഗത്തിനെതിരായും അങ്ങേക്കെതിരായും പാപം ചെയ്തു പോയി, എന്നെ മകനായി സ്വീകരിക്കാൻ പറയാനുള്ള യോഗ്യത എനിക്കില്ല, എന്നോട് കരുണ കാണിക്കണം, ഒരു വേലക്കാരനായിട്ടെങ്കിലും എന്നെ അംഗീകരിക്കണം. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ. തെറ്റ് പറ്റിയാൽ ദൈവത്തോട് ആ തെറ്റ് നമ്മൾ ഏറ്റു പറയണം, തെറ്റ് അംഗീകരിക്കണം, അനുദപിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ കാണുന്നുണ്ട് സൂര്യകാന്തി ചെടിയുടെ ഒരു പ്രത്യേകത, അതിങ്ങനെ സൂര്യനിലേക്കായിരിക്കും തിരിഞ്ഞു നിൽക്കുക. ഇപ്പുറത്തെ അതിൻ്റെ പുറകിൽ ആരെല്ലാം വന്ന് സ്നേഹം കൊണ്ട് മാടി വിളിച്ചാലും അവരിലേക്ക് തിരിയുന്നതിനേക്കാൾ സൂര്യനിലേക്ക് തിരിഞ്ഞു നിൽക്കും. ഇതാണ് ഒരു ക്രിസ്ത്യാനിയിൽ നിന്നും ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യം. ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞ് ദൈവത്തിങ്കലേക്ക് നോക്കിയുള്ള നമ്മുടെ ഒരു ജീവിതം, അതാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം. യോഹന്നാൻ 6:37 നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ പക്കലേക്ക് വരുന്നവരെ ഞാൻ ഒരു നാളും കൈവിടില്ല. അപ്പം അതുകൊണ്ട് ദൈവ കരുണ ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിലെത്തുക, യേശു ക്രിസ്തുവിലെത്തുക, യേശുവിൻ്റെ സ്വന്തമായി മാറുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ദൈവകരുണ ലഭിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥയാണ് സൽപ്രവർത്തികൾ ശീലിക്കണം. സൽപ്രവർത്തികൾ ചെയ്യാൻ നമ്മൾ ശീലിക്കണം. ഈ ശീലമുള്ളവർ ചെറുപ്പത്തിൽ തുടങ്ങിയ സൽപ്രവൃത്തിയായിരിക്കാം മരണം വരെ തുടരും. എന്നെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു സൽപ്രവൃത്തി ചെയ്തിട്ടുണ്ട് എന്ന് ചിന്തിച്ച് അതിൽ സംതൃപ്തരാകേണ്ടവരല്ല ദൈവമക്കൾ. സൽപ്രവൃത്തികളിൽ നമ്മൾ സമ്പന്നരാകണം. 1 തീമോത്തി 6-ാമത്തെ വചനം വായിക്കുമ്പോൾ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്, സൽപ്രവൃത്തികളിൽ നാം സമ്പന്നരാകണം. പ്രഭാഷകൻ 29:12 വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദാനധർമ്മമായിരിക്കട്ടെ നിന്റെ നിക്ഷേപം. യഥാർത്ഥത്തിൽ നമുക്ക് മറ്റ് പല രീതിയിൽ നിക്ഷേപങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും, പറയാൻ പറ്റും,
അഭിമാനിക്കാൻ പറ്റും. നമ്മളിൽ എത്ര പേർക്ക് ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ പറയാൻ പറ്റും, എൻ്റെ നിക്ഷേപം ദാനധർമ്മമാണ്. എൻ്റെ ബാങ്കിൽ കിടക്കുന്ന പണത്തെക്കാളും, എൻ്റെ കൈവശമുള്ള പണത്തെക്കാളും, എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും എൻ്റെ നിക്ഷേപം എൻ്റെ ദാനധർമ്മമാണ്. ഇതാണ് ദൈവവചനം പറയുക, ദാനധർമ്മമായിരിക്കട്ടെ നിൻ്റെ നിക്ഷേപം. ഈ സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ കരുണയ്ക്ക് അർഹരാകേണ്ടതിന് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ഈ വ്യവസ്ഥകൾ പാലിക്കാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ ആവശ്യങ്ങളെ ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, ലോകം മുഴുവൻ്റെയും ആവശ്യങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്താം. ദൈവകരുണയെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച നമ്മൾ ഓരോരുത്തരുടെ മേലും ദിവ്യകാരുണ്യത്തിൻ്റെ വലിയ അനുഗ്രഹം, ആശീർവാദം കടന്നു വരുവാൻ നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കർത്താവിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശു 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഞങ്ങളുടെ സഹായമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.